അന്ന് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ലൂപ്പിൻ്റെയും ക്ലോസ്ഡ് ലൂപ്പിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് കമ്പാരിസൺ വന്നാലും ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ടേബിൾ വരച്ചിട്ട് അഡ്വാൻറ്റേജസ് ഏതാണ് ഡിസഡ്വാൻറ്റേജസ് ഏതാണെന്ന് ചോദിക്കുക. അധികവും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ. അതായത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നെയാണ് ഓപ്പൺ ലൂപ്പിൻ്റെയും ക്ലോസ്ഡ് ലൂപ്പിൻ്റെയും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചോദിക്കാറുണ്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് തന്നെ ചോദിക്കാറുണ്ട്, അല്ലാതെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ആദ്യത്തേത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആർ സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ. സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ ആണല്ലേ. നമ്മൾ ഫാനിൻ്റെയും എ സിയുടെയും തന്നെ കാര്യം എടുത്താൽ മതി. എ സിനേക്കാളും വില കുറവ് എന്താണ്? ഫാനിനാണ്. സിമ്പിളാണ് അല്ലേ. ഫാൻ സിമ്പിളാണ്. നമുക്ക് എ സിൻ്റെ ഉള്ളിൽ അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഫാനിൻ്റെ ഉള്ളിൽ ഒരു മോട്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ. രണ്ടാമത്തത് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഈസ് ഈസിയർ ടു കൺസ്ട്രക്റ്റ്. അത് തന്നെയാണ് സിമ്പിൾ നമ്മൾ പറഞ്ഞത് അല്ലേ. കൺസ്ട്രക്ഷനും എളുപ്പമാണ്. ഫാനിനാണെങ്കിൽ ഫാനിൻ്റെ കൺസ്ട്രക്ഷൻ എളുപ്പമാണ് അല്ലേ. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ജനറലി ദ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആർ സ്റ്റേബിൾ ആയിരിക്കും. അതായത് അതിന് അൺസ്റ്റേബിലിറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ അധികം ഫീഡ്ബാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? എപ്പോഴും ഒരു അൺസ്റ്റേബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഉണ്ടാകും. ഓസിലേഷൻസിൽ പഠിച്ചിട്ടില്ലേ, ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റിക്ക് കുറച്ച് കുറവുണ്ട്. സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കില്ല. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആകുമ്പോൾ അവിടെ ഫീഡ്ബാക്ക് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് ഫാനിൻ്റെ കാര്യം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല അല്ലേ. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഫാൻ. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആർ ഇൻഅക്യുറേറ്റ് ആൻഡ് അൺറിലയബിൾ. ഇൻഅക്യുറേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോയിട്ട് അതിൻ്റെ റെഗുലേഷൻ ചേഞ്ച് ചെയ്യണം അല്ലേ. അതായത് നമുക്ക് അത് സെൽഫ് കറക്ഷനൊന്നും നടത്തില്ല. സെൽഫായിട്ട് അതിൻ്റെ ബിഹേവിയറിനെ കറക്റ്റൊന്നും ചെയ്യില്ല. നമ്മൾ ഈ ചെയ്യുന്ന കറക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് എന്തെങ്കിലും റെസിസ്റ്റൻസിനൊക്കെ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ഫാനിൻ്റെ കാറ്റൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ ചില ഫാൻ ഇങ്ങനെ വല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കറങ്ങും. നമുക്ക് ആ എക്സാമ്പിളിൽ തന്നെ നിന്ന് കറങ്ങണ്ട. നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആർ ഇൻഅക്യുറേറ്റ് ആൻഡ് അൺറിലയബിൾ എന്ന് നമുക്ക് എന്തായാലും പഠിക്കേണ്ട. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം സെൽഫ് കറക്ഷനൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് ഡ്യൂ ടു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ നോട്ട് കറക്റ്റഡ് ഓട്ടോമാറ്റിക്കലി. അത് തന്നെയാണ് പറഞ്ഞത്. ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് ഡ്യൂ ടു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആർ നോട്ട് കറക്റ്റഡ് ഓട്ടോമാറ്റിക്കലി. പിന്നെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ടാവും അല്ലേ. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആർ അക്യുറേറ്റ്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആർ അക്യുറേറ്റ് ഈവൻ ഇൻ ദി പ്രസൻസ് ഓഫ് നോൺ ലീനിയാരിറ്റി ഉണ്ടെങ്കിൽ സിസ്റ്റം അക്യുറേറ്റ് ആയിരിക്കും. ഫീഡ്ബാക്കിൻ്റെ കേസാണ് പറഞ്ഞത്, നോൺ ലീനിയാരിറ്റി. ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സിസ്റ്റം മേ ബി മെയ്ഡ് സ്മോൾ ടു മേക്ക് ദ സിസ്റ്റം മോർ സ്റ്റേബിൾ. സെൻസിറ്റിവിറ്റി സ്മോൾ ആക്കിയിട്ടുണ്ട് സിസ്റ്റം സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരുപാട് സെൻസിറ്റിവിറ്റി കൊടുത്താൽ സിസ്റ്റം അൺസ്റ്റേബിളായി പോകും. അതുകൊണ്ട് സ്മോൾ ആക്കിയാൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും സെൻസിറ്റിവിറ്റി. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ആർ ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ് അധികം എഫക്റ്റ് ചെയ്യില്ല. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൽ അതിൽ തന്നെ കറക്ഷൻ ഉള്ളത് കൊണ്ട് നോയ്സ് അധികം അതിനെ എഫക്റ്റ് ചെയ്യില്ല. നോയ്സ് ഉണ്ടായാലും ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. കോംപ്ലക്സ് ആൻഡ് കോസ്റ്റ്ലി. അത് നമുക്ക് അറിയാമല്ലേ. കുറച്ചും കൂടി അധികം സംവിധാനങ്ങൾ ഫീഡ്ബാക്കൊക്കെ വരുമ്പം കോംപ്ലക്സ് ആയിരിക്കും, പൈസയും കൂടുതലായിരിക്കും, കോസ്റ്റ്ലി. ഫീഡ്ബാക്ക് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം മേ ലെഡ് ടു ഓസിലേറ്ററി റെസ്പോൺസ്. അതായത് ഞാൻ പറഞ്ഞു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്, എപ്പോഴും ഒരു ഇൻസ്റ്റേബിലിറ്റി ഉണ്ട്, ഓസിലേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എന്താണ്, ഇൻഫിനിറ്റായിട്ട് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ. ദ ഫീഡ്ബാക്ക് റെഡ്യൂസസ് ദി ഓവറോൾ ഗെയിൻ ഓഫ് ദി സിസ്റ്റം. ഓവറോൾ ഗെയിനെ റെഡ്യൂസ് ചെയ്യും അല്ലേ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ എടുത്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ ഓവറോൾ ഗെയിനെ റെഡ്യൂസ് ചെയ്യും. Stability is major problem in closed loop system and more care is needed to design the stable closed loop system. അതായത് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്കിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സപ്ലൈ ചെയ്യേണ്ടി വരും. ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിന് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ബാധിക്കും, അതിനെ മോർ കോംപ്ലക്സ് ആക്കും. എന്നിരുന്നാലും നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്തായാലും ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓർ കമ്പാരിസൺ ഓഫ് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം നോക്കാം. എക്സാമ്പിൾസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ടെമ്പറേച്ചർ കൺട്രോൾ. ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുന്നത്. 2 ടൈപ്പ് നോക്കണം നമുക്ക്. ഓപ്പൺ ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ക്ലോസ്ഡ് ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. അഥവാ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിളാണ് എ സിയും ഫാനും ഒക്കെ. പക്ഷേ നമുക്ക് എക്സാം പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ ഈ ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ എക്സാമ്പിളാണ്. ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ എക്സാമ്പിൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ക്ലോസ്ഡ് ലൂപ്പായിട്ടുള്ളതും ഓപ്പൺ ലൂപ്പായിട്ടുള്ള രണ്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാലും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ സർക്യൂട്ട്സ് ആണ്. സർക്യൂട്ട്സ് അല്ല, ബ്ലോക്ക് ഡയഗ്രാമാണ്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ. ഓപ്പൺ ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ ഞാൻ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഇലക്ട്രിക് ഫർണേസ് എന്ന് പറഞ്ഞാൽ ഖനി അല്ലേ, ഇലക്ട്രിക് ഫർണേസ് ഉണ്ട്. അപ്പോൾ ഫർണേസിനകത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫർണേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചൂട് കൂടുതൽ, ചൂള എന്നൊക്കെ പറയും, ഫർണേസ് ചൂള അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ അധികം ആവും തോറും നമുക്ക് എന്ത് വേണം, അത് ഓഫ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റമാണ്, ഒരു ഫർണേസിൻ്റെ ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ഫർണേസിൻ്റെ ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റത്തിൽ ഇതാണ് ഇലക്ട്രിക്കൽ ഫർണേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെൻ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ ഹീറ്റിംഗ് എലമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന റിലേ സർക്യൂട്ടാണ് ഈ കാണിച്ചത്. റിലേ എന്ന് പറഞ്ഞാൽ സ്വിച്ച്, അതിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും യൂസ് ചെയ്യുന്ന, ഈ ഹീറ്റിംഗ് എലമെൻറ്റിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സ്വിച്ച്, ഹൈ പവർ ഹാൻഡിൽ ചെയ്യുന്ന സർക്യൂട്ട്. എ സി സപ്ലൈ ഈ സർക്യൂട്ടിനോടാണ് കണക്ട് ചെയ്യുക, റിലേ സർക്യൂട്ടിനോട് കണക്ട് ചെയ്യുക. റിലേ വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റിൽ പവർ പോയി അങ്ങനെ ഹീറ്റിംഗ് എലമെൻറ്റ് ഇവിടെ നല്ല ഫർണസിൽ നല്ല ചൂട് കൊടുക്കും. അതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റമാണ്. മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫർണസിൽ നമ്മളൊരു ടെമ്പറേച്ചർ സെൻസർ ഫിക്സ് ചെയ്യും. ടെമ്പറേച്ചർ സെൻസർ ഫിക്സ് ചെയ്ത് ആ ടെമ്പറേച്ചർ സെൻസർ നേരെ പോകുന്നത് എന്താണ്, അനലോഗ് സിഗ്നലായിരിക്കും ടെമ്പറേച്ചർ സെൻസർ പ്രൊവൈഡ് ചെയ്യുക. സ്പെഷ്യലി ഡിസൈൻഡ് സെൻസർ ആയിരിക്കും. ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യും. അനലോഗ് സിഗ്നലായിരിക്കും. ആ അനലോഗ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് A/D കൺവേർട്ടർ, ADC പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ജസ്റ്റ് ഇനിയൊരു ഇൻ്റർഫേസിലേക്ക് പോയി, അതായത് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റർഫേസ് ആവശ്യമുണ്ട്. ADCയുടെ നേരെ ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നതിന് ഒരു ഇൻ്റർഫേസ് ആവശ്യമാണ്. ആ ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് മനസ്സിലാകുന്ന രീതിയിൽ ADCൻ്റെ ഔട്ട്പുട്ടിനെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർഫേസ് വേണം. ആ ഇൻ്റർഫേസ് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണിത്. ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സിസ്റ്റം. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു സെൻസർ ഇൻ്റർഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെൻസറാണ് ടെമ്പറേച്ചർ സെൻസർ. ടെമ്പറേച്ചർ സെൻസർ ഇൻ്റർഫേസ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇൻ്റർഫേസ് മിക്കവാറും ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺട്രോളർ വെച്ചിട്ടാണ് ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുക. ചിലപ്പോൾ ഒരു കൺട്രോളർ ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്പ്ലേനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവർ IC ആയിരിക്കും. ഇതൊക്കെ ഓൾറെഡി കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് സിസ്റ്റമാണ്. നിങ്ങളൊരു ഇലക്ട്രോണിക് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്ലോക്ക് ഡയഗ്രാമിത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെൻസറിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഇലക്ട്രിക് ഫർണേസിനകത്ത് ചൂട് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ സെൻസർ സെൻസ് ചെയ്യും. ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കും അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ വാല്യൂ കാണുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റിലേ സർക്യൂട്ടിനെ ഓഫ് ചെയ്യാം. ഇതാണ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. അതായത് ഡിജിറ്റൽ ഡിസ്പ്ലേ ഫർണേസിൻ്റെ പുറത്തായിരിക്കും, AC ഇത് റിലേ സർക്യൂട്ടും ഫർണേസിൻ്റെ പുറത്തായിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഡിജിറ്റലി ഡിസ്പ്ലേ ചെയ്യും. ആ ഡിസ്പ്ലേ കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ റിലേ സർക്യൂട്ടിനെ പോയി ഓഫ് ചെയ്യാം. ഇതാണ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം.
ഇനി അടുത്തത് ക്ലോസ്ഡ് ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ സെയിം സിറ്റുവേഷനാണ്. നമ്മുടെ ഫർണസിൽ സെൻസർ ഉണ്ട്, റിലേ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്, ഹീറ്റിംഗ് എലമെൻറ്റിന് റിലേ വെച്ചിട്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. AC സപ്ലൈ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ഈ സെൻസർ എലമെൻറ്റ് അനലോഗ് ടു ഡിജിറ്റൽ ഡിസ്പ്ലേ വഴി, ഇൻ്റർഫേസ് സർക്യൂട്ട് വഴി, ഒരു കൺട്രോളർ വഴി, ഒരു ഡിസ്പ്ലേ ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാവും കേട്ടോ. അഡീഷണൽ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ഡിസ്പ്ലേയിലെ കൂടി കാണുന്നതിന് പകരം ഇവിടെ എന്താണ് ചെയ്യുക? ഇവിടെ ഒരു ഇൻ്റർഫേസ് സർക്യൂട്ട് കഴിഞ്ഞിട്ടൊരു കൺട്രോളറാണ് വരുന്നത്. ആ കൺട്രോളർ എന്താണ് ചെയ്യുക? കൺട്രോളർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ആ കൺട്രോളർ ഒരു സിഗ്നൽ D⁻A കൺവേർട്ടറിന് കൊടുക്കും. അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ആ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു ആംപ്ലിഫയറിന് കൊടുത്ത് ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഈ റിലേ സർക്യൂട്ടിന് കൊടുക്കും. ആ റിലേ സർക്യൂട്ട് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ആ റിലേ സർക്യൂട്ടിനെ ഈ ആംപ്ലിഫയറിന് വരുന്ന സിഗ്നൽ ഓഫ് ചെയ്യും. അതായത് നമ്മുടെ കൺട്രോളർ എന്ത് ചെയ്യുന്നു? കൺട്രോളർ ഡാറ്റേനെ അനലൈസ് ചെയ്ത് ഈ സെൻസറിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ അനലൈസ് ചെയ്ത് അത് കൂടുതലാണെങ്കിൽ, ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മുടെ റിലേ സർക്യൂട്ടിന് ഒരു ഒരു സിഗ്നൽ കൊടുത്ത് റിലേ സർക്യൂട്ടിനെ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ കൺട്രോളറിന് അറ്റ് എ ടൈം എന്താണ് കൊടുക്കുന്നത്? നമ്മളൊരു റെഫറൻസ് ഇൻപുട്ട് അതായത് ഡിസൈർഡ് ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ കൺട്രോളർ മൈക്രോ പ്രോസസ്സർ, നിങ്ങൾ മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ ഈ തരത്തിലുള്ള ഫങ്ഷൻസൊക്കെ. ഒരു ഇൻട്രപ്റ്റ് പോകുന്നതൊക്കെ, ഇൻട്രപ്റ്റ് കൊടുക്കാനും ഇൻട്രപ്റ്റ് റിസീവ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്തായിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർക്കൊക്കെ ചെയ്യുന്നതാണ് ഈ സാധനം, മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ കൺട്രോളർ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കൺട്രോൾ സർക്യൂട്ട്. അപ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ടാണ് നമ്മുടെ ഫീഡ്ബാക്കിനെ, അതായത് സെൻസറിനകത്ത് നിന്ന് വരുന്ന ഫീഡ്ബാക്കിനെ അഗെയിൻ ഒരു സിഗ്നലാക്കി മാറ്റി റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ഈ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് അവിടെ വെച്ചാൽ മതി, അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമുക്ക് പോയി നോക്കുകയൊന്നും വേണ്ട അല്ലേ. ഇവിടെ ഡിസ്പ്ലേ വേണമെങ്കിൽ ഒരു ഡിസ്പ്ലേ, അഡീഷണൽ ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസൊക്കെ കാണാം. പക്ഷേ എന്ത് വേണ്ട, നമുക്ക് പോയിട്ട് ഓഫ് ചെയ്യേണ്ട. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം തന്നെ ഓഫ് ആയിക്കോളും. അതാണ് ഈ രണ്ട് സിസ്റ്റവും തമ്മിലുള്ള, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും തമ്മിലുള്ള മെയിൻ റെഫറൻസ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇലക്ട്രിക് ഫർണസിലത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം. അതായത് അവിടെ കൊടുക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളൊരു മെക്കാനിസം നമുക്ക് വേണം. ആദ്യം നമ്മൾ പറഞ്ഞു ജസ്റ്റ് നമ്മൾ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ കാണിച്ചു തരും, നമ്മൾ വേണമെങ്കിൽ പോയി ഓഫാക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെയാണ് ആ സെൻസറിനകത്ത് വരുന്ന ഇൻപുട്ടിന് നമ്മളൊരു മൈക്രോ കൺട്രോളറിലോ മൈക്രോ പ്രോസസ്സറിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്കോ കൊടുത്തു കഴിഞ്ഞാൽ ആ കൺട്രോളറിലേക്ക് തന്നെ സെയിം ടൈം നമ്മളൊരു റെഫറൻസ് ഇൻപുട്ട് കൊടുക്കണം. അതായത് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. ഇപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിന് മേലെ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ, ഒരു റെഫറൻസ് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ കൺട്രോളർ എന്ത് ചെയ്യും? ഈ വരുന്ന സെൻസറിൽ നിന്ന് വരുന്ന ഇൻപുട്ടും ഈ റെഫറൻസ് ഇൻപുട്ടും തമ്മിൽ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്തിട്ട് ഈ ഇൻപുട്ട് വളരെ കൂടുതലാണെങ്കിൽ അതിന് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഇൻസ്ട്രക്ഷൻ ആംപ്ലിഫയറിന് കൊടുത്ത് ആംപ്ലിഫയർ നമ്മുടെ റിലേ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യും. അതായത് റിലേ സർക്യൂട്ടിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയും. ഇതാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം. ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവാണെന്ന് വിചാരിക്കുക, നമ്മൾ ഈ കൊടുത്ത റെഫറൻസ് ഇൻപുട്ടിനേക്കാളും കുറവാണ്. അപ്പോൾ എന്താവും? ഈ റിലേ സർക്യൂട്ട് നമ്മൾ ഓഫും ചെയ്തു അല്ലേ. അപ്പോൾ ഈ റിലേ സർക്യൂട്ട് ഓൺ ചെയ്യണമെങ്കിൽ അഗെയിൻ സെൻസർ സെൻസ് ചെയ്യും ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന്, ആ കൺട്രോളറിനെ അറിയിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ കൺട്രോളർ രണ്ട് ഇൻപുട്ടിനെയും കമ്പയർ ചെയ്യുമ്പം ഈ ഇൻപുട്ടാണ് അധികമെങ്കിൽ എഗെയിൻ എന്ത് വേണം? ഈ റിലേ സർക്യൂട്ടിനെ ഓൺ ചെയ്യണം. ആ D⁻A കൺവേർട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ആംപ്ലിഫയർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ റിലേ സർക്യൂട്ടിന് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടത്
ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലോസ്ഡ് ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ 2 ടൈപ്പ് കൺട്രോൾ ഉണ്ട്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ 2 ടൈപ്പ് കൺട്രോൾ സിസ്റ്റത്തിനുള്ള എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞു. ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതണം, ചോദിക്കാറുണ്ട്. കൺട്രോൾ സിസ്റ്റം, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കുക, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ക്ലോസ്ഡ് ലൂപ്പും ഓപ്പൺ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി, കമ്പാരിസൺ നമ്മൾ പഠിച്ചു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു, ഓരോ എക്സാമ്പിൾസും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനിയും 2-3 എക്സാമ്പിൾസ് കൂടി ഉണ്ടാവും, ഞാൻ തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ടെക്സ്റ്റ് 2-3 എക്സാമ്പിൾസും കൂടി. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ താങ്ക് യു.